നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് പലർക്കും ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴിയുള്ള 6000 രൂപ. ഈ ധനസഹായം നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കർഷകർക്ക് മുടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ട്. അതുമാത്രമല്ല, സംസ്ഥാനത്ത് നിരന്തരം കൃഷിഭവനിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനുവേണ്ടി ഒരു കസ്റ്റമർ കെയർ പ്രവർത്തനമല്ലാത്തതും ഏറ്റവും കൂടുതൽ ജനങ്ങളെ വിഷമത്തിലാക്കുന്നു. അതുമാത്രമല്ല, എല്ലാ നടപടിക്രമങ്ങളും ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിങ് അല്ലെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇവയെല്ലാം ചെയ്തിട്ടും 2000 രൂപ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് കേന്ദ്ര സർക്കാർ അനുവദിക്കുമ്പോഴും ഇത് നമുക്ക് ലഭ്യമല്ലാതെ വരുന്ന ഒരു സാഹചര്യം. എല്ലാം ചെയ്തിട്ടും സാധാരണ കർഷകന് ഈ ആനുകൂല്യം ലഭിക്കാതെ വരുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ സങ്കടത്തിലേക്ക് കർഷകരെ ഇത് തള്ളിവിടുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ എല്ലാ കർഷകർക്കുമായിട്ട് വലിയൊരു ധനസഹായം പ്രഖ്യാപിക്കുമ്പോൾ ഇത് ചിലർക്ക് ലഭിക്കുകയും ചിലർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അർഹതയുള്ള വ്യക്തികൾക്കെല്ലാം തന്നെ ഇത് വലിയൊരു വിഷമത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കർഷകരുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനകൾ, പരാതികളെല്ലാം പരിഗണിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് പ്രത്യേക സമിതി അല്ലെങ്കിൽ പ്രത്യേക ക്യാമ്പയിൻ രൂപീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് കൃഷി വകുപ്പ് കൃത്യമായിട്ട് ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ വരുത്തിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് ആനുകൂല്യം, അതായത് എല്ലാ കർഷകർക്കും, അർഹതയുള്ള എല്ലാ കർഷകർക്കും മുടങ്ങാതെ ലഭ്യമാകുന്നതിന് വേണ്ടി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്യാത്ത കർഷകരുണ്ടാകും. അവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുകയില്ല. ഇനി ഇതുകൂടാതെ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ട് ആനുകൂല്യം എത്താതെ വരുന്ന കർഷകരുണ്ടാകും. ഇങ്ങനെയുള്ള കർഷകരെല്ലാം രജിസ്ട്രേഷൻ നിർവഹിച്ചിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് ശേഖരിച്ച് കൃത്യമായിട്ട് കൃഷിഭവനിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി ഇതിനുവേണ്ടി പ്രത്യേക നോഡൽ ഓഫീസർമാരുണ്ടാകും. അതായത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായിരിക്കും നോഡൽ ഓഫീസർമാരായിട്ട് മാറുക. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് 3 വില്ലേജുകൾക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ 3 വില്ലേജുകൾക്ക് 2 ഉദ്യോഗസ്ഥർ എന്ന രീതിയിലോ ഒക്കെ ആയിരിക്കും ഫീൽഡ് തലത്തിലുള്ള സർവേക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് വേണ്ടി എത്തിച്ചേരുക. അർഹതയുള്ള കർഷകരെ വീണ്ടും പരിശോധിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മറ്റ് എന്തെങ്കിലുമൊക്കെ രേഖാ സമർപ്പണമോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. നിലവിൽ കർഷകരെല്ലാം പൂർത്തിയാക്കിയിട്ടും ആനുകൂല്യം ലഭ്യമല്ലാത്തവരുടെ ലിസ്റ്റ് ശേഖരിക്കുകയും അങ്ങനെയുള്ളവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, അതായത് അവർക്ക് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമാണ് ഉദ്യോഗസ്ഥരുടെ ചുമതല. 2024 ജനുവരി മാസം 15-ാം തീയതി വരെ ഇത്തരത്തിൽ ക്യാമ്പുകൾ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം നമ്മുടെ സംസ്ഥാനത്ത് വന്നുയർന്നിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ കൃഷി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് സർക്കുലറും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകരായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് എന്ത് കാരണത്താലാണ് എന്ന് കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ വേണ്ട നടപടിക്രമങ്ങൾ എല്ലാം നമ്മൾ ശരിയാക്കി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ശരിയാക്കി ആനുകൂല്യം വീണ്ടും മുടങ്ങിയതുൾപ്പെടെ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആരംഭിക്കുന്ന ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തുമോ, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമുക്ക് വിളിച്ച് തന്നെ അന്വേഷിക്കാൻ സാധിക്കും. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായിരിക്കും നോഡൽ ഓഫീസർമാരായിട്ടും പ്രവർത്തിക്കുന്നത്. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം മുടങ്ങിയവരിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കണം. ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു വാർത്ത തന്നെ. ഇതുപോലുള്ള ജനക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതൻ എം ജോ സൈനിങ് ഓഫ്.